ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രാമ സ്പേസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2019 റിലീസായ ദ നൈറ്റ് ഓഫ് ദ കോമറ്റ് എന്ന ചൈനീസ് ഡ്രാമയാണ്. ഈ ഡ്രാമയ്ക്ക് 16 എപ്പിസോഡുകളാണ് ഉള്ളത്. മിസ്റ്ററി, റൊമാൻസ്, ഫാൻറ്റസി എന്നിവ എല്ലാം അടങ്ങുന്ന കണ്ടിരിക്കാൻ രസമുള്ളൊരു ഡ്രാമയാണിത്. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, പറ്റുമെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ഒരു ടണലിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ആക്സിഡൻറ്റ് കാണിച്ചുകൊണ്ടാണ്. നമ്മുടെ കഥാനായകനായ ചെങ് ഹാവ്, നമുക്ക് ചെങ് എന്ന് വിളിക്കാം. ചെങ്ങിന് ആ ടണലിൽ ഒരു കാറായി കൂട്ടിയിടിച്ച് ആക്സിഡൻ്റ് ആകുന്നു. കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മുടെ ചെങ്ങിന് പെട്ടെന്നൊരു നെഞ്ചുവേദന വരികയും അപ്രത്യക്ഷമായി പോവുകയും ചെയ്യുന്നു. അപ്പോഴാണ് ചെങ് അവൻ്റെ സ്വപ്നത്തിൽ നിന്ന് എണീക്കുന്നത്. ഇപ്പോൾ കണ്ട ആക്സിഡൻറ്റ് അവൻ്റെ ഒരു സ്വപ്നം മാത്രമായിരുന്നു. ചെങ് ഒരു വലിയ ഫാൻ ബേസ് ഉള്ള ഒരു സിംഗറാണ്. അവൻ്റെ അസിസ്റ്റൻ്റ് അപ്പോൾ അവിടെ വന്നിട്ട് ഷോയ്ക്ക് ടൈമായി എന്ന് പറയുന്നു. അടുത്തതായി കാണിക്കുന്നത് ഒരു അവാർഡ് ഷോ ആണ്. 2019 ചൈനീസ് മ്യൂസിക്കിൻ്റെ ഏറ്റവും പോപ്പുലറായ മെയിൽ സിംഗറിൻ്റെ അവാർഡ് ചെങ്ങിനാണ് കിട്ടുന്നത്. അതിനുശേഷം ചെങ്ങിൻ്റെ വളരെ എനർജറ്റിക് ആയ ഒരു പെർഫോമൻസാണ് കാണിക്കുന്നത്. ഷോയ്ക്ക് ശേഷം ചെങ്ങിൻ്റെ ഡ്രൈവർ അവനെ അവിടുന്ന് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. കാറിൽ വെച്ച് ന്യൂസ് പ്ലേ ആകുവാണ്. 2 വർഷത്തിന് മുന്നേ ഭൂമിക്ക് ചുറ്റുമുണ്ടായ ഒരു എനർജി സോൺ കാരണം ഒരു കോമറ്റ് അത് പോകേണ്ടിരുന്ന ട്രാക്ക് മാറി ഭൂമിയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നു. അത് ആകാശത്തൊക്കെ കാണാൻ സാധിക്കും എന്ന് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഡ്രൈവറും ചെങ്ങും. അതേസമയം തന്നെ ചെങ്ങിൻ്റെ കാർ അവൻ സ്വപ്നം കണ്ട പോലത്തെ ഒരു ടണലിൽ കൂടി പാസ് ചെയ്യുകയാണ്. പെട്ടെന്ന് ഒരു എനർജി ആ ടണലിൻ്റെ ഉള്ളിലേക്ക് വരികയും ഡ്രൈവറിൻ്റെ ശ്രദ്ധ തെറ്റി എതിരെ വന്ന കാർ വന്നിടിക്കുകയും ആക്സിഡൻ്റ് ആവുകയാണ്. വലിയ പരിക്കുകളില്ലാത്ത ചെങ്ങ് കാറിൽ നിന്ന് ഇറങ്ങുകയും മുന്നിലുണ്ടായിരുന്ന കാർ തുറന്ന് നോക്കിയതും ആരെയോ അതിനുള്ളിൽ കണ്ടതിന് ശേഷം ഫോൺ എടുത്ത് ആക്സിഡൻ്റ് ആയി എന്ന് അറിയിക്കാൻ തുടങ്ങുന്നതും ചെങ്ങ് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. കൂടാതെ അവൻ്റെ ഫോൺ നമുക്ക് കാണാം. അതിൽ 2017 ഫെബ്രുവരി 14 എന്ന ഡേറ്റിലേക്ക് തനിയെ മാറുകയും ചെയ്യുകയാണ്. കോമറ്റ് പാസ് ചെയ്തതായിട്ടും നമുക്ക് കാണാം. നമുക്കറിയാം, കഥ തുടങ്ങിയ സമയത്ത് 2019 ആയിരുന്നു. ഇപ്പോൾ അവൻ അപ്രത്യക്ഷമായതിനു ശേഷം അവൻ്റെ ഫോണിൽ 2017 ഫെബ്രുവരി 14 എന്ന ഡേറ്റാണ് തെളിഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് കട്ട് ചെയ്ത് അടുത്ത സീനിൽ ചെങ് ഒരു ഹോസ്പിറ്റലിൽ വെച്ചാണ് കണ്ണു തുറക്കുന്നത്. അടുത്ത് നിന്ന് ഡോക്ടറോട് ആദ്യം തന്നെ ചെങ് ചോദിക്കുന്നത് ആക്സിഡൻറ്റിൽ പരിക്ക് പറ്റിയ 2ാമത്തെ കാറിലുണ്ടായിരുന്ന പെൺകുട്ടിയെക്കുറിച്ചാണ്. എന്നാൽ അങ്ങനെ ഒരു പെൺകുട്ടിയെപ്പറ്റി ഡോക്ടർക്കും അടുത്ത് നിന്ന് നേഴ്സിനും ഒന്നും അറിയില്ലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ചുറ്റും നോക്കിയപ്പോൾ അവൻ അവിടെ അവൻ്റെ ഷോയുടെ ഏജൻ്റായ ലിങ്ങിനെ കാണുവാണ്. ലിങ്ങിൻ്റെ അടുത്ത് നിന്ന് ചെങ്ങ് ആക്സിഡൻ്റ് ആയ കാര്യമൊക്കെ വിവരിക്കാൻ ശ്രമിക്കുമ്പോൾ അവനെ ഞെട്ടിച്ചുകൊണ്ട് നിങ്ങൾ ആരാണ് എന്നാണ് ലിങ് അവനോട് ചോദിക്കുന്നത്. അവൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കുറേ ശ്രമിച്ചെങ്കിലും അവൾക്ക് അവനെ അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവിടുന്ന് പോവുകയും ചെയ്തു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ ചെങ്ങ് അവിടെ നിൽക്കുമ്പോൾ വേറെ ഒരാളെ അതിൽ കരഞ്ഞുകൊണ്ട് ഒരു സ്ട്രെച്ചറിൽ കടത്തി നഴ്സുമാർ അതിലെ കൊണ്ടുപോവാണ്. ചെങ്ങ് പക്ഷേ ആ ആളുടെ മുഖം ശരിക്കും കണ്ടില്ല. അടുത്ത സീനിൽ നടന്ന ആക്സിഡൻറ്റ് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്ന ചെങ്ങിനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അവർ പറയുന്നത് അവിടെ അങ്ങനെ ഒരു ആക്സിഡൻറ്റേ നടന്നിട്ടില്ല എന്നാണ്. കോൾ കട്ട് ചെയ്ത് തൻ്റെ ഫോൺ നോക്കുന്ന ചെങ്ങ് ഞെട്ടിപ്പോവാണ്. 2017 ഫെബ്രുവരി 14 എന്ന ഡേറ്റ് കണ്ടിട്ട്. വർഷം 2017 ആയി എന്നും എങ്ങനെയോ അവൻ 2 വർഷം പിറകിലേക്ക് എത്തിപ്പെട്ടെന്നും അവൻ മനസ്സിലാവുകയാണ്. അപ്പോൾ അവിടേക്ക് നേരത്തെ കണ്ട ലിങ് എന്ന ഏജൻറ്റ് അവൻ്റെ അടുത്തേക്ക് വരികയും കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് ഒരു സെലിബ്രിറ്റി ആവാൻ താല്പര്യമുണ്ടോ എന്ന് നമ്മുടെ ചെങ്ങിനോട് ലിങ് ചോദിക്കുകയാണ്. അതിന് നമ്മുടെ ചെങ്ങ് ഓക്കെ പറയുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ചെങ്ങ് ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്യുന്ന സ്റ്റുഡിയോയിൽ വെച്ച് ഡാൻസ് ചെയ്യുമ്പോൾ ഓൾറെഡി ഇതൊക്കെ അറിയാവുന്ന രീതിയിലാണ് അവൻ്റെ പെർഫോമൻസ്. അവിടെ ഉണ്ടായിരുന്ന ലിങ്ങും മറ്റുള്ളവരും ചെങ്ങിൻ്റെ കഴിവിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. അങ്ങനെ കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്ത് ചെങ്ങ് അവരുടെ കൂടെ കൂടുകയാണ്. പോകും തോറും അവൻ വളരെ പോപ്പുലർ ആയിക്കൊണ്ടും ഇരിക്കുകയാണ്. ടൈം ട്രാവൽ ചെയ്ത് വന്നതാണെങ്കിലും നോർമലായിട്ട് ലൈഫ് പോകുമെന്നാണ് ചെങ്ങ് കരുതിയത്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് അവൻ്റെ ജീവിതം കൂടുതൽ നിഗൂഢതകൾ നിറഞ്ഞതാവുകയാണ് ചെയ്തത്. അങ്ങനെ 2 വർഷം കഴിയുകയും 2019 ആകുവാണ്. അടുത്ത സീനിൽ കാറിൽ യാത്ര ചെയ്യുന്ന ചെങ്ങിനെ ലിങ്ങിനെയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് ഒരു കുപ്പി തുറക്കുന്നതിൻ്റെ ഇടയിൽ ചെങ്ങിൻ്റെ കൈ അറിയാതെ മുറിയുകയാണ്. പക്ഷേ 2017 ടൈം ട്രാവൽ ചെയ്ത് വന്നതിന് ശേഷം അവൻ വേദന അനുഭവിക്കാൻ പറ്റാതെ വരികയും ഇതുപോലെ മുറിവുകളൊക്കെ സംഭവിച്ചാലും അങ്ങനെ വേദനയോ ഒന്നും അവന് തോന്നാതെ വരികയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ചെറിയ മുറിവ് കൊണ്ട് പോലും അവന് ഒരു വേദനയും തോന്നുന്നില്ല. പക്ഷേ ഇത് കാണുന്ന ലിങ് അവന് വേണ്ടി ബാൻഡേഡൊക്കെ കൊടുക്കുകയാണ്. ചെങ്ങിൻ്റെ ഫാൻസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് അവൻ്റെ കാർ കൊണ്ട് നിർത്തുന്നത്. നോക്കുമ്പം അവൻ്റെ അതേ മുഖമുള്ള ഒരാൾ അവൻ്റെ കാറിൻ്റെ ഗ്ലാസ്സിൽ കൂടി അവനെ നോക്കിയിട്ട് അതിലെ അങ്ങ് പോവാണ്. അവനെ ശ്രദ്ധിച്ച ചെങ്ങ് പെട്ടെന്ന് തന്നെ ഫാൻസിൻ്റെ കാര്യമൊന്നും ഓർക്കാതെ കാറിൽ നിന്ന് ഇറങ്ങി ആ ആളെ ഫോളോ ചെയ്യാൻ നോക്കുകയും ചെയ്യുകയാണ്. പക്ഷേ പെട്ടെന്നാണ് തല കറങ്ങുന്ന പോലെ തോന്നി ചെങ്ങ് അവിടെ വീഴുന്നത്. ആ നിമിഷം തന്നെ ചെങ്ങ് ഒരു സത്യം മനസ്സിലാക്കുകയാണ്. അതായത് ടൈം ട്രാവൽ അല്ല അവന് സംഭവിച്ചിരുന്നത്, പകരം ഒരു പാരലൽ വേൾഡിലേക്ക് അവൻ വരികയാണ് ചെയ്തത്. അതേസമയം നമുക്ക് ചെങ്ങിൻ്റെ അതേ മുഖച്ചായുള്ള ലൂ ഹോങ് ജെന്നെ കാണാം. തൽക്കാലം നമുക്ക് അവനെ ഹോങ് എന്ന് വിളിക്കാം. ഹോങ് ഈ സമയം ഏതോ ഒരു പെൺകുട്ടിയെ വിളിച്ച് സൊള്ളിക്കൊണ്ടിരിപ്പാണ്. അവനൊരു പ്ലേ ബോയ് ടൈപ്പ് ക്യാരക്ടറാണ്.
പെട്ടെന്ന് അതിലെ പോയ 2 പെൺകുട്ടികൾ ഹോങ്ങിനെ ശ്രദ്ധിക്കുകയും അതിലൊരാൾ അത് ചെങ്ങാണെന്ന് തെറ്റിദ്ധരിച്ച് ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ട് ചോദിക്കുകയും ചെയ്യുകയാണ്. ഹോങ് അതേസമയം ഫോട്ടോ എടുക്കാനായിട്ട് പൈസയൊക്കെ ചാർജ് ചെയ്യാൻ തുടങ്ങി. 500, 300, 200 അങ്ങനെ പൈസ ചാർജ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന 2ാമത്തെ പെൺകുട്ടിക്ക് അത് ചെങ്ങല്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവരാ വഴിക്ക് പോയി. കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള ലിൻ ഷാഷാവിനെയാണ്. നമുക്ക് ലിൻ എന്ന് വിളിക്കാം. അവളൊരു റിപ്പോർട്ടറാണ്. ആ സമയം കൊണ്ട് തല കറങ്ങി വീണ ചെങ്ങിനെ അവർ ഹോസ്പിറ്റലിലാക്കിയിരുന്നു. അതുകൊണ്ട് റിപ്പോർട്ടേഴ്സ് എല്ലാം ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ലിന്നിൻ്റെ സീനിയർ കൊളീഗ് അവളെ വിളിച്ചിട്ട് ബാക്ക് ഡോറിൽ വരാൻ പറയുന്നു. ഫ്രണ്ടിൽ റിപ്പോർട്ടേഴ്സിൻ്റെ നല്ല തിരക്കായതുകൊണ്ട് പുറകിലത്തെ വാതിൽ കൂടി മാത്രമേ ചെങ്ങ് വരൂ എന്നറിയാവുന്ന കൊണ്ടാണ് ലിന്നിൻ്റെ ആ സീനിയർ കൊളീഗ് അവളെ ബാക്ക് ഡോറിലേക്ക് വിളിപ്പിച്ചത്. അതേസമയം തന്നെ ചെങ്ങ് പുറകിലത്തെ വാതിൽ കൂടി തന്നെ കാറിൽ കയറി പോകുന്നതാണ് കാണിക്കുന്നത്. അവർ അവനെ ഫോളോ ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. ചെങ്ങ് കാറിലിരുന്നു കൊണ്ട് അവൻ്റെ അസിസ്റ്റൻറ്റിനോട് തന്നെപ്പോലെ തന്നെ ഇരിക്കുന്ന ആ ആളെപ്പറ്റി അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്നു. പെട്ടെന്ന് തന്നെ ചെങ്ങ് ലിന്നിൻ്റെ കാർ അവനെ ഫോളോ ചെയ്യുന്നത് കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ അവൻ കാർ നിർത്തി അവിടെ നിന്ന് ഇറങ്ങി വരികയും ചെയ്യുകയാണ്. നമ്മുടെ ലിന്ന് വെറൊരു റിപ്പോർട്ടർ മാത്രമല്ല, ചെങ്ങിൻ്റെ വളരെ വലിയൊരു ഡൈ ഹാർട്ട് ഫാനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ കാറിൽ നിന്നിറങ്ങിയ ചെങ്ങിനോട് ലിന്ന് എന്ത് പറ്റി, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ വളരെ കെയറോടെ സംസാരിക്കാൻ നോക്കുകയാണ്. ഒരു റിപ്പോർട്ടർ ആണെന്ന് മനസ്സിലായതുകൊണ്ടും അവനെ ഫോളോ ചെയ്ത് വന്നതുകൊണ്ടും ചെങ്ങ് അവളെ നല്ല രീതിയിൽ വഴക്ക് പറയുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ അവളുടെ സീനിയർ കൊളീഗ് വണ്ടി എടുത്തുകൊണ്ട് അപ്പോൾ തന്നെ അവിടെ നിന്ന് സ്കൂട്ടായി. പെട്ടെന്നാണ് ചെങ്ങിനെ ഒരു നെഞ്ചുവേദന പോലെ വന്നിട്ട് ബോധം പോകുന്നത്. ലിന്ന് അപ്പോൾ തന്നെ ഒന്നും നോക്കാതെ CPR ഒക്കെ കൊടുക്കാൻ തുടങ്ങുവാണ്. പക്ഷെ അപ്പോൾ തന്നെ അവൻ കണ്ണു തുറക്കുകയും ചെയ്തു. ലിന്ന് അപ്പോൾ തന്നെ അവനെ സ്റ്റോക്ക് ചെയ്യുന്നൊരു ഫാനല്ല, പക്ഷെ അത് പകരം വളരെ ഇഷ്ടപ്പെടുന്നൊരു ഫാനാണെന്ന് അറിയിക്കാനായിട്ട് അവന് ഇഷ്ടമുള്ള കളറും അങ്ങനെ അവന് ഇഷ്ടമുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നീ ശരിക്കും എൻ്റെ ഫാനാണെങ്കിൽ ഇപ്പോൾ നടന്നത് സീക്രട്ടായിട്ട് വെക്കണമെന്ന് പറയുകയാണ് ചെങ്ങ. അവളതിന് ഓക്കെ പറയുകയും ചെയ്തു. അപ്പോൾ ചെങ്ങ അവളുടെ ഓഫീസ് ID വാങ്ങിയിട്ട് പേര് നോക്കി തിരിച്ചു കൊടുത്തിട്ട് പോവുകയാണ്. അടുത്ത സീനിൽ 2017 നടന്ന ആക്സിഡൻറ്റും അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളും ഹോങ്ങിനെ കണ്ട കാര്യങ്ങളും ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ചെങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതേസമയം ചെങ്ങിൻ്റെ അസിസ്റ്റൻറ്റ് ഹോങ്ങിൻ്റെ ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്ത് ആളെ കണ്ടുപിടിച്ചു എന്ന് ചെങ്ങിനോട് പറയുകയാണ്. ചെങ് അതിനുശേഷം പാരലൽ വേൾഡിനെ പറ്റി ഓരോന്നൊക്കെ സെർച്ച് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോലെ തന്നെ ഒരേ മുഖവും ബ്ലഡ് ടൈപ്പും ഫുട് പ്രിൻസും ഒക്കെ സെയിം ആണെങ്കിലും പേഴ്സണൽ ലൈഫിൽ വരുന്ന വ്യത്യസ്തമായ തീരുമാനങ്ങൾ അവരുടെ വിധിയെ മാറ്റിമറിക്കും. അങ്ങനെ ഒരു പാരലൽ വേൾഡിലാണ് അവൻ വന്ന് പെട്ടിരിക്കുന്നതെന്ന സത്യം അവൻ അവിടെ വെച്ച് മനസ്സിലാക്കുകയാണ്. ഈ ലോകത്തിൽ അവനെ തന്നെയാണ് അവൻ രാവിലെ കണ്ടതെന്നും അവന് മനസ്സിലാവുകയാണ്. അവനിപ്പോൾ നിൽക്കുന്നത് പാരലൽ വേൾഡിലെ വർഷം 2019 അതേ വർഷം ഫെബ്രുവരി 14 അവൻ എന്തായിരിക്കും സംഭവിക്കുക എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെങ്ങ. അതേസമയം അവന് പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് അവൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. നീ ഈ ലോകത്തിൽപ്പെട്ട ആളല്ല, ഇവിടുന്ന് പോകുന്നതാണ് നല്ലത് എന്നായിരുന്നു ആ മെസ്സേജ്. ഈ സീനോടുകൂടി ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.